മുന്തിരിത്തോട്ടം മേടിക്കണം. 1 കിലോ മുന്തിരി മേടിക്കാനുള്ള പാങ്ങില്ലാത്തവനാ മുന്തിരിത്തോട്ടം. എന്നിട്ട് അതിരാവിലെ എഴുന്നേറ്റ് നമുക്ക് മുന്തിരിത്തോട്ടങ്ങളിലേക്ക് ചെല്ലണം. അവിടെ ചെന്ന് ഇളക്കി വെച്ച മാവ് പൊളിച്ചൊന്നും ഉഴുന്നുവടക്ക് മുളയിട്ടൊന്നും നോക്കാം. അവിടെ ചെന്ന് മുന്തിരിവള്ളികൾ തളർത്തൊന്നും മാതള നാരങ്ങ പൂവിട്ടൊന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. പൊന്തിയോ? പുളിച്ച മാവ് പൊന്തി വന്നോന്ന് അതെ ഞാൻ വിളിക്കാം. നീ ഈ കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പെണ്ണുങ്ങളെ വിളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാലോ? ഒന്ന് ആലോചിച്ച് നോക്കിയാ. എടാ, ഇങ്ങനെ എന്തെങ്കിലും പെണ്ണുങ്ങളെ ഇങ്ങനെ ഫോൺ ചെയ്ത് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കേസ് കെട്ടുകൾ വരുമെന്നിരിക്കട്ടെ. ഇതിന് അവസാനം ഞാനാണല്ലോ സമാനം പറയണ്ടേ? വരുന്നവർ എന്നോടാണോ ചോദിക്കുന്നത്? എടാ, നീ കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഞാൻ പണിയെടുക്കണ്ട മോലാർ ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കാം. അതെന്താ പണിയെടുത്താ? എനിക്കൊരു സമയം ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നല്ലെങ്കിൽ പണിയെടുക്കാം, അല്ലെങ്കിൽ മോലാൾ പറയണ കേൾക്കാം. ചെവി വെച്ച് നീ പാത്രം കഴുകുവോ? ഇല്ല. ചെവി വെച്ച് നീ ദോശ ഇടുവോ? ഇല്ല. അപ്പൊ പിന്നെ കൈ വെച്ച് ചെയ്തിട്ട് ചെവി വെച്ച് കേട്ടാലെന്താ കുഴപ്പം? ഒരു കാര്യത്തിനും ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യത്തുമില്ല. നീ കഴിഞ്ഞ ആഴ്ച എന്തിനാ ആശുപത്രി കിടന്നത്? ബൈക്കിൽ പെട്രോൾ ഉണ്ടോന്ന് നോക്കി. തെളിച്ച് പറയടാ. ഓടിച്ചോണ്ടിരുന്നപ്പോ ബൈക്കിൽ പെട്രോൾ ഉണ്ടോന്ന് ഇളക്കി. ഓടിച്ചോണ്ടിരുന്നപ്പോ ബൈക്ക് കുലുക്കി പെട്രോൾ ഉണ്ടോന്ന് നോക്കിയിട്ട് മൂക്കും കുത്തി ആശുപത്രി പോയി കിടന്ന്. എന്റെ കാശാ പോയത്, എന്റെ കൊച്ചുകളുടെ കാശാ പോയത്. അതെല്ലാം കണക്കെഴുതി വെച്ചിട്ടുണ്ടല്ലോ. കിട്ടുന്നില്ല. എടാ, നിന്നെ തീറ്റി പോറ്റി നിനക്ക് വേണ്ടി ചെലവാക്കുന്ന കാശ് നടത്തി 5 സ്റ്റാർ ഹോട്ടൽ നടത്തായിരുന്നു എനിക്കിവിടെ. എങ്ങനെ എന്തെങ്കിലും ഇത് നോക്ക്, ഇതിനകത്ത് ഉറുമ്പ് കയറുന്നു. എന്നാ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വൈ എന്ന് നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഇതേവരെ നീ ഇതിനകത്ത് നോക്ക്, ക്ലീൻ ചെയ്തോ നോക്ക്. ആഹാ, ക്ലീൻ ചെയ്താടാ? ക്ലീൻ ചെയ്ത്. ആ, ഉറുമ്പൊന്നും ഇല്ല. ഒറ്റ ഉറുമ്പില്ല. പിന്നെ നമ്മുടെ അലമാരിയിൽ ഒറ്റ സാധനം ഉറുമ്പ് വന്ന് തിന്നില്ലല്ലോ. എല്ലാ ബിസ്ക്കറ്റിലും ഞാൻ ഹിറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് തടിയൊന്നും കൊള്ളണില്ല. കൊള്ളാതെ അടിക്കുക. ഇത് എന്റെ തടിയാ, എന്റെ കാശാ. ആശുപത്രി കിടന്നാ പിന്നെ ഞാൻ ചെലവാക്കട്ടെ. നോക്കിക്കേ, ഒരു തരത്തിൽ പെണ്ണുങ്ങളെ ഫോൺ ചെയ്യുന്നതിന്. ഇനി വന്നാണ്. ഇതെന്താണ്? അത്ഭുത അട. അത്ഭുത അട അല്ല, അതിന്റെ നടുക്കൊരു മുടിയുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോഴേക്കും പെട്ടെന്നുണ്ട്. നീ ഇങ്ങനെ പെണ്ണുങ്ങളെ മാത്രം വിളി. ഹലോ നിമ്മി, ഞാനേ രാവിലെ അച്ഛൻ്റെ BMW കൊണ്ട് പോകുമ്പോ ഒരുത്തം വന്ന ഒരു മാമനെ ഇടിച്ചിട്ട് റോട്ടിൽ കിടന്ന് ഞാൻ ആ മാമനെ എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നും ഇല്ല. നിന്റെ എത്ര രൂപ ഉണ്ടോ? 1000 രൂപ ഒന്ന് പെട്ടെന്നിട്ട് ഞാൻ നിനക്ക് പൈസ അയച്ചുതരാം. പറഞ്ഞു എന്ത് വൃത്തി ചതിവാടായി കാണിക്കുന്നത് നീ. അവളെന്നോട് പറഞ്ഞേക്കണം അവളുടെ അച്ഛൻ അമേരിക്കയിലെ മേയറാണ്. അമേരിക്കയിലെ മേയറാണോ? തൊണ്ടതെല്ലാം മോള് ശാന്ത ചേച്ചിയുടെ മോള്. ശാന്തയുടെ മോളാണോ? ഇല്ലേ, അവൾ എന്നെ പറ്റിക്കുന്നു, ഞാൻ അവളെ പറ്റിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു പറ്റിക്കൽ ബന്ധം. 1000 രൂപ ക്രെഡിറ്റ് ആയല്ലോ. അവള് വിളിക്കുന്നു, മിണ്ടല്ലേ. ഹലോ. എന്നിട്ട് നീ മിണ്ടിയതോ? ഹലോ. അയ്യോ, ശരി ശരി. അമേരിക്കയിലുള്ള അവളുടെ അച്ഛൻ്റെ കൂട്ടുകാരന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക്. 1500 തിരിച്ചിടാം. അപ്പൊ 500 അത് മേടിക്കണ്ട. വൈകുന്നേരം ഞാൻ ഈ 500 തിരിച്ചു പിടിക്കും. അതെങ്ങനെ? ഞാൻ പറയും, ആ മാമന് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വന്ന് 3 കോടി രൂപയായി. ആ 3 കോടിയിൽ 500 രൂപ കുറവുണ്ടെന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ മേടിക്കും. എന്നാ തള്ളാടാ ഇതൊക്കെ. നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകാൻ. എടാ, ഒരു പെണ്ണെ പ്രേമിച്ച് ആ പെണ്ണെ തന്നെ കല്യാണം കഴിക്കും. അതല്ലേ ഒരു മനസമാധാനം എന്ന് പറയുന്നത്. പറഞ്ഞപ്പോൾ അതേ ചേച്ചി വിളിക്കുന്നു. അയ്യോ, എന്താടി? എടി, എനിക്ക് ഇച്ചിരി മനസമാധാനം താ. നിന്നോട് ഞാൻ പറഞ്ഞോ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടാന്? ഞാൻ പറഞ്ഞല്ലോ അവിടെ പോകണ്ടെന്ന്. നീ പറഞ്ഞാ കേക്കത്തെ. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ സ്വഭാവം എനിക്ക് തെറി വിളിക്കുമോ? നീ എന്നെ വിളിക്കടി. അയ്യോ.